അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കല്ലാർകുട്ടി അണക്കെട്ടിലെ സ്ലൂയിസ് വാൽവ് ഉൾപ്പെടെ തുറന്ന് അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചു. കല്ലാർകുട്ടി ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നേര്യമംഗലം, പന്നിയാർ, ചെങ്കുളം, ലോവർ പെരിയാർ വൈദ്യുത നിലയങ്ങളുടെ കൂടി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയാണ്. കല്ലാർകുട്ടി ഡാമിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി 11 ദിവസമാണ് ഡാം തുറന്നിടുക. പന്നിയാർ, ചെങ്കുളം നിലയങ്ങളിൽ ഉൽപ്പാദനത്തിന് ശേഷമുള്ള വെള്ളമാണ് കല്ലാർകുട്ടി അണക്കെട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഇത്തരത്തിൽ വെള്ളം എത്താതിരിക്കാനാണ് ഈ പവർ ഹൗസുകൾ കൂടി പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് KSEB തീരുമാനിച്ചത്. നേര്യമംഗലം നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ഡാമാണ് കല്ലാർകുട്ടി. ഇവിടെ നിന്ന് ലോവർ പെരിയാർ അണക്കെട്ടിലേക്ക് വെള്ളമെത്തും. ഇതാണ് കരിമണൽ നിലയത്തിന്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത്. ഫലത്തിൽ പന്നിയാർ, ചെങ്കുളം, നേര്യമംഗലം, കരിമണൽ നിലയങ്ങളുടെ പ്രവർത്തനം ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതുവരെ നിലയ്ക്കും. സ്ലൂയിസ് വാൽവ് അടക്കം തുറന്നുവിട്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനിടയിൽ മീൻ പിടിക്കാനിറങ്ങിയ 2 പേർ അണക്കെട്ടിൽ കുടുങ്ങിയത് ആശങ്ക പരത്തി. ഇവരെ പിന്നീട് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി. കൈരളി ന്യൂസ്, ഇടുക്കി.